പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലപ്പുറത്തു നിന്നൊരു വാർത്ത വരുന്നുണ്ട്. മലപ്പുറം പുത്തൂരിൽ ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി നിരവധി വാഹനങ്ങളിൽ ഇടിച്ച് അപകടമുണ്ടായി. 8ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 കാറിലും 1 സ്കൂട്ടറിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. സമീപത്തെ ട്രാൻസ്ഫോമറിലും ഇടിച്ച് തകർത്തിട്ടുണ്ട്. അഷ്കർ അലി കരിമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ, വല്ലാത്തൊരു ഇടിയായിരുന്നു. ബ്രേക്ക് പോയതാണ്. ഡ്രൈവറെ ഒന്നും പറയാനും പറ്റില്ല. പുത്തൂരിൽ അപകടമുണ്ടായി. ഒരുപാട് വാഹനങ്ങളിൽ ഇടിച്ചിട്ടുണ്ട് അല്ലേ? ആ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ പേടിയാവും. കാര്യമായ അപകടം, അതായത് പരിക്ക് പറ്റിയിട്ടുണ്ടോ ആർക്കെങ്കിലും? അരുൺ, ഗുഡ് മോർണിംഗ്. 8ഓളം പേർക്കാണ് നിലവിൽ ഇതിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത്. അതിൽ 2 പേരുടെ പരിക്ക് കുറച്ച് സാരമുള്ളതാണെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ഇപ്പോൾ 8 പേരും ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. ഇവരെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത്. ഇന്ന് രാവിലെ 7:30 ഈ അപകടം ഉണ്ടാകുന്നത്. പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്നും കോട്ടക്കലിലേക്ക് വരുന്ന ചരക്ക് ലോറിയാണ് ഇത്തരത്തിൽ ബ്രേക്ക് നഷ്ടമായി നിയന്ത്രണം വിട്ട് മറ്റു വാഹനങ്ങൾ ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. 2 കാറുകളിൽ ആദ്യഘട്ടത്തിൽ ലോറി ഇടിക്കുന്നു. അതിനുശേഷം അതിലൂടെ സഞ്ചരിക്കായിരുന്നു ഇരുചക്ര വാഹനത്തിലും ഇടിച്ച ശേഷമാണ് തൊട്ടടുത്തുള്ള വഴിയോരത്തുള്ള ട്രാൻസ്ഫോമറിൽ പോയി ഇടിക്കുന്നത്. ആ ട്രാൻസ്ഫോമറിൽ ഇടിച്ച് അത് പൂർണ്ണമായി തകർത്ത ശേഷമാണ് ഈ ലോറി അവിടെ നിൽക്കുന്നത്. അതുവരെ വലിയൊരു അപകടം. തുടർച്ചയായി 3ഓളം വാഹനങ്ങളിലും വൈദ്യുതി പോസ്റ്റുകളും ഇടിച്ച ശേഷമാണ് ഈ ലോറി വന്ന് ട്രാൻസ്ഫോമറിൽ ഇടിക്കുന്നത്. അവിടുത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. കാറ് തലകീഴായി മറിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഉള്ളത്. അതിനോടൊപ്പം തന്നെ ട്രാൻസ്ഫോമർ ഉൾപ്പെടെ അവിടുത്തെ വൈദ്യുതി പോസ്റ്റുകളൊക്കെ തന്നെ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. തലനാരിഴയ്ക്ക് വലിയ ദുരന്തം ഒഴിവായി എന്ന് പറയേണ്ടി വരും. അപ്പോഴും 8ഓളം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. 2 പേരുടെ നിലയാണ് ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നത്. ഈ ഭാഗത്ത് അപകടങ്ങൾ പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പലപ്പോഴും കൃത്യമായ സൂചനാ ബോർഡുകളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇത്തരത്തിൽ വാഹനങ്ങൾ തുടർച്ചയായി അപകടത്തിൽ പെടുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പങ്കുവെക്കുന്ന വിവരം. അരുൺ. ഓക്കെ, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാഹനം ഓടിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നമ്മൾ ഈ വാഹനമൊക്കെ എടുത്തങ്ങ് പോകുമ്പോഴേ പെട്ടെന്ന് എടുത്തങ്ങ് പോകുമായിരിക്കും. ഇതിനൊക്കെ ബ്രേക്കും ക്ലച്ചും ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഒന്ന് എടുത്തു പോകാൻ. പക്ഷേ ഇതിവിടെ സംഭവിച്ചത് ദീർഘദൂരം ഓടുന്ന വാഹനങ്ങളല്ലേ. പക്ഷേ ഇതൊക്കെ കൃത്യസമയത്ത് നോക്കണം. മാത്രമല്ല, പ്രത്യേകിച്ച് ബൈക്കിൻ്റെയൊക്കെ കാര്യത്തിൽ പറയാനുണ്ട്. നമ്മൾ അല്ലെങ്കിൽ സാധാരണ വണ്ടിയാണെങ്കിലും ഇറക്കമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ഒരുപാട് കുത്തുവളവുകളൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത്, ഹെയർപിന്നുകളൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത്, ഒരുപാട് ചവിട്ടിയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ബ്രേക്ക് നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. നേരിട്ട് അനുഭവം ഉള്ളത് കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് യാത്ര ചെയ്യുക. ബ്രേക്കൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി മാത്രം യാത്ര ആരംഭിക്കുക. എല്ലാ യാത്രകളും ശുഭയാത്രയാവട്ടെ.